ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടിയുമായി ഗുജറാത്ത് സർക്കാർ. ജില്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലെയും 2000 ആരോഗ്യ പ്രവർത്തകരെ പിരിച്ചുവിട്ടു. സമരം ചെയ്ത 5000-ലധികം ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും അയച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജെയ്സൺ മണിയങ്ങാടിയാണ് ചേരുന്നത്. ജെയ്സൺ, ഒരു ശമ്പള വർധന ആവശ്യപ്പെട്ടുള്ള സമരത്തിന് നേരെയാണ് ഇത്ര ഗൌരവമേറിയ ഒരു നടപടി. 2000 പേരെയൊക്കെ പിരിച്ചുവിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ്. എന്താണ് വിവരങ്ങൾ? നിമ്മി മൾട്ടിപർപ്പസ് ഹെൽത്ത് സൂപ്പർവൈസർ, ഹെൽത്ത് വർക്കർ, അതുപോലെ തന്നെ വനിതാ ഹെൽത്ത് വർക്കർ, ഹെൽത്ത് സൂപ്പർവൈസർ എന്നീ തസ്തികയിലുള്ള 2000 പേരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഗുജറാത്തിൽ കഴിഞ്ഞ 11 ദിവസമായി ശമ്പള വർധന ആവശ്യപ്പെട്ട് ഇവരടക്കം ഏതാണ്ട് 10,000-ഓളം ആളുകൾ വലിയ സമരത്തിലാണ്. ഇതിൽ 2000 പേരെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ്. 1000 പേരെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതായത് അവർക്കെതിരെയും നടപടി ഉടനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 5000 പേർക്ക് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതായത് വളരെ വേഗത്തിൽ സർവീസിൽ തിരിച്ചെത്താതിരിക്കാനുള്ള കാരണം കാണിക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ കാരണം കാണിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് സമാനമായ ഒരു സമരമായിരുന്നു ഗുജറാത്തിൽ നടക്കുന്നത്. പക്ഷേ ശമ്പള വർധനവ് ഇപ്പോൾ നടക്കില്ല. പകരം ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഗവൺമെന്റ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലൊരു സമരം ഗുജറാത്തിൽ നടന്നിരുന്നു. അന്ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരമുണ്ടാക്കാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന തരത്തിൽ ഗുജറാത്ത് സർക്കാർ ഹെൽത്ത് വർക്കേഴ്സിനോടും മറ്റുമൊക്കെ സമരക്കാരോടും പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ വന്നപ്പോഴാണ് വീണ്ടും 10-11 ദിവസം മുമ്പ് ഇവർ സമരം പ്രഖ്യാപിച്ചത്. സമരവുമായി നിരത്തിലിറങ്ങി. പക്ഷെ അതിനുശേഷം കർശന നടപടി എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഗുജറാത്ത് സർക്കാർ. പലതവണ ചർച്ചയ്ക്ക് വിളിക്കാൻ സമരക്കാർ ആവശ്യപ്പെട്ടുവെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ചില്ല. ഇപ്പോഴും ശരി ജെയ്സൺ, എന്തായാലും ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്ത ആരോഗ്യ പ്രവർത്തകർക്കടക്കം എതിരെയാണ് ഇത്രയും വലിയൊരു നടപടി. നമ്മെ തേടി വരുന്ന വാർത്തകൾ നിരവധിയുണ്ട്. തേടിച്ചെന്ന് കണ്ടെത്തേണ്ട ചില വാർത്തകളുണ്ട്. അറിഞ്ഞും പറഞ്ഞും കണ്ടും കേട്ടും കുരുക്കഴിച്ചെടുക്കേണ്ട വാർത്തകളുമുണ്ട്. വളഞ്ഞും നേരെയുമായി കിടക്കുന്ന ഈ വഴികൾ പോലെ വാർത്തകൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഓരോ യാത്രയും നമ്മെ പലതും പഠിപ്പിക്കും. പുതിയ ജീവിതങ്ങൾ, പുതിയ മുഖങ്ങൾ, അനുഭവങ്ങളുടെ തീച്ചൂടേറ്റ് കണ്ടെത്തുന്ന സത്യങ്ങൾ നിർഭയമായി. പ്രേക്ഷകൻ എന്ന അവകാശിക്കായി ഓരോ വാർത്തയും ന്യൂസ് അവർ.